السلام عليكم ورحمة الله وبركاته. قرآن بدنا 306. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأصحاب اليمين ما أصحاب اليمين في سدر مخضود وطلح منضود وظل ممدود وماء مسكوب وفاكهة كثيرة لا مقطوعة ولا ممنوعة وفرش مرفوعة إنا أنشأناهن إنشاء فجعلناهن أبكارا عربا أترابا لأصحاب اليمين ثلة من الأولين وثلة من الآخرين. صدق الله العظيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. പ്രിയമുള്ളവരെ, കഴിഞ്ഞ സൂക്തങ്ങളിൽ പരലോകത്ത് 3 വിഭാഗമായി തിരിയുന്ന ജനങ്ങളിൽ ഏറ്റവും മഹത്വമുള്ള മുഖറബീങ്ങൾ, സാബിഖീങ്ങൾ എന്നൊക്കെ പറയുന്ന ആ മഹാന്മാരുടെ പ്രത്യേകതകളെക്കുറിച്ചും അവർക്ക് നൽകുന്ന പ്രത്യേക ആദരവുകളെക്കുറിച്ചുമൊക്കെയാണ് സൂചിപ്പിച്ചത്. ഇനി ഇത് മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് രണ്ടാമത്തെ വിഭാഗമായ മഹാന്മാരുടെ കൂട്ടത്തിൽ തന്നെ മുഖറബീങ്ങളെ അത്ര തന്നെ സ്ഥാനമില്ലാത്ത എന്നാലും സൗഭാഗ്യവാന്മാരായിട്ടുള്ള വിഭാഗത്തെപ്പറ്റി പറയുകയാണ്. അസ്ഹാബുൽ യമീനി, വലതുപക്ഷക്കാർ. മാ അസ്ഹാബുൽ യമീൻ, എന്താണ് വലതുപക്ഷക്കാർ? അതായത് അവരുടെ നില എന്താണ്, അവർക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് കിട്ടാനുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് അവർക്ക് അല്ലാഹു തആല നൽകുന്ന നേട്ടങ്ങൾ വിശദീകരിക്കുകയാണ്. ആ വലതുപക്ഷക്കാർ ഫീ സിദ്രിൻ മഖ്ലൂദിൻ, മുള്ളില്ലാത്ത ഇലന്ത മരങ്ങളിൽ അവർ സുഖം കൊള്ളുന്നവരായിരിക്കും. വലതുപക്ഷക്കാർക്കുള്ള അനുഗ്രഹങ്ങളിൽ ചിലതാണ് അള്ളാഹു വിശദീകരിക്കുന്നത്. ഭൂമിയിലെ നമുക്ക് പരിചയമുള്ള ഇലന്ത മരം ധാരാളം മുള്ളുകളുള്ളതും ഫലം കുറഞ്ഞതുമാണ്. എന്നാൽ സ്വർഗത്തിലെ ഇലന്ത മരം അതിന് വിപരീതമായിരിക്കും. അതാണ് മുള്ളില്ലാത്ത ഇലന്ത മരങ്ങൾ എന്ന് പറഞ്ഞത്. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു, ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു ഒക്കെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഇവിടെ വ്യക്തമാക്കുന്നത് കാണാൻ പറ്റും. കാന അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലൂൻ, നബിതങ്ങളുടെ സഹാബത്ത് പറയാറുണ്ട്, ഇന്നല്ലാഹ ല യൻഫഉനാ ബിൽ അഅറാബി വ മസായിലിഹിം, ഗ്രാമീണരായ അറബികളെ കൊണ്ടും അവരുടെ ചോദ്യങ്ങൾ കൊണ്ടുമൊക്കെ അല്ലാഹു തആല ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ തരാറുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സഹാബികൾ, മെച്യൂരിറ്റിയുള്ള സഹാബികളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളോട് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കുമ്പോൾ പരമാവധി അവർ പുറകോട്ട് നിൽക്കും. നബി തങ്ങളോടുള്ള ആദരവിനും ബഹുമാനത്തിനും കുറവ് സംഭവിച്ചാലോ അല്ലെങ്കിൽ ആ ചോദ്യം അബദ്ധമായി പോയാലോ എന്നൊക്കെ നിലക്ക് പലപ്പോഴും അവർ വിഷമത്തോടുകൂടെ മാറി നിൽക്കുകയും നാണിക്കുകയും ചെയ്യുന്നിടത്ത് അറാബികൾ എന്ന ഗ്രാമീണർ വന്നാൽ അവർക്ക് അങ്ങനത്തെ ഒരു ബെല്ലും ബ്രേക്കും ഒന്നും ഉണ്ടാവില്ല. അവരുടെ മനസ്സിലുള്ളത് പച്ചയായിട്ട് അങ്ങ് ചോദിക്കും. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അറാബി വന്ന് നബിതങ്ങളോട് വല്ലതും ചോദിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊക്കെ സന്തോഷമാണ്. കാരണം ഇന്ന് അദ്ദേഹം കുറെ മസലകൾ ചോദിക്കുകയും ഞങ്ങൾക്ക് അതിൽ നിന്ന് പഠിക്കുകയും ചെയ്യാമല്ലോ എന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അഖ്ബല അറാബിയുൻ യൗമൻ, ഒരു ഗ്രാമീണനായ അറബി ഒരു ദിവസം വന്നു. ഫഖാൽ, എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ, സക്കറല്ലാഹു ഫിൽ ജന്നത്തി ശജറത്തൻ തുദി സാഹിബഹ, അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ ഒരു മരത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ, ആ മരം അത് ആർക്ക് കിട്ടിയാലും അയാളെ ഇടങ്ങേറാക്കുന്ന മരമായിരിക്കുമല്ലോ എന്ന്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ ചോദിച്ചു, വമാഹിയ, ഏതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഖാല അസ്സിദ്ർ, അദ്ദേഹം പറഞ്ഞു, ഈ എലന്ത മരമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഫൈനലഹു ശൗകം മുഅ്ദിയ, അതിന് മനുഷ്യനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന മുള്ളുകളുണ്ടല്ലോ എന്ന്. അപ്പൊ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അലൈസല്ലാഹു യഖൂലു ഫീ സിദ്രിൻ മഖ്ലൂദ്, അല്ലാഹു തആല പറഞ്ഞത് വെറും എലന്ത മരം എന്നല്ലല്ലോ,
മറിച്ച് ഫി സിദ്രിൻ മഖ്ലൂദിൻ എന്നല്ലേ. അതായത് ഖലദല്ലാഹു ശൗഖഹു, അതിന്റെ മുള്ളിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിഴുതുമാറ്റിയിരിക്കുന്നു. എന്നിട്ട് ഫജഅല മകാന കുല്ലി ശൗഖത്തിൻ സമറ, ഓരോ മുള്ളിന്റെയും സ്ഥാനത്ത് ഓരോ പഴങ്ങളെ അല്ലാഹു തആല നിക്ഷേപിച്ചിരിക്കുന്നു. ഫഇന്നഹാ ലതുംബിതു സമറൻ തുഫത്തഖു സമറതു മിൻഹാ അൻ 72 ലൗനൻ മിൻ തആമിൻ മാ ഫീഹാ ലൗനുൻ യുസ്ബിഹുൽ ആഖർ. ഓരോ മുള്ളിന്റെ സ്ഥാനത്തും ഓരോ പഴങ്ങളാണ് അല്ലാഹു തആല ആ സ്വർഗത്തിലെ ഇഴന്ത മരത്തിൽ സംവിധാനിച്ചിട്ടുള്ളത്. ഒരു പഴം പൊട്ടിച്ചു നോക്കുമ്പോൾ ആ പഴത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ 72 ഇനം ഭക്ഷണ പദാർത്ഥം അല്ലെങ്കിൽ പ്രത്യേക ടേസ്റ്റ് ഉള്ളതായിട്ടുള്ള ഒന്നും മറ്റൊന്നിനോട് സാധ്യമല്ലാത്ത വിധത്തിലുള്ള സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി തന്നിരിക്കുമല്ലോ എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് വിശദീകരണം പറഞ്ഞു. അതുകൊണ്ടാണ് ഫീ സിദ്രിൻ മഖ്ലൂദിൻ, മുള്ളില്ലാത്ത ഇലന്ത മരങ്ങളിൽ ആ വലതുപക്ഷക്കാരാവുന്ന അനുഗ്രഹീതർ അതവർക്ക് സുഖത്തിനു വേണ്ടി അല്ലാഹു തആല സംവിധാനിച്ചിട്ടുണ്ടാകുമെന്ന് പറഞ്ഞത്. വതൽഹിം മൻദൂദിൻ, പഴങ്ങൾ മേൽക്കുമേൽ അട്ടിയാക്കപ്പെട്ട വാഴകളിലും, വാഴ നമുക്കറിയാമല്ലോ, പഴം ധാരാളമായി തിങ്ങി നിറഞ്ഞ വാഴകളാണ് ഇവിടെ സ്വർഗത്തിൽ കാണുക എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇമാം സുദ്ദി റളിയല്ലാഹു പറയുന്നത് കാണാം, സ്വർഗത്തിലെ വാഴ ഭൂമിയിലെ വാഴ പോലെ തന്നെയാണ്, പക്ഷേ അവിടെയുള്ള വാഴപ്പഴം തേനിനേക്കാൾ മാധുര്യമുള്ളതായിരിക്കും. അപ്പൊ മേൽക്കുമേൽ അട്ടിയാക്കപ്പെട്ട വാഴകളിലും ആ സ്വർഗാവകാശികൾ അഥവാ അനുഗ്രഹത്തിന്റെ വലതുപക്ഷം സന്തോഷം കൊള്ളും. ലില്ലിം മംദൂദിൻ, വിശാലമായി നീണ്ടുകിടക്കുന്ന നേലുകളിലും, വെയിലോ ചൂടോ ഇല്ലാത്ത പ്രവിശാലമായ നേലുകളായിരിക്കും അവിടെ സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടാവുക. ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, സ്വർഗത്തിൽ ഒരു മരമുണ്ട്, അതിന്റെ നേലിൽ ഒരു വാഹനക്കാരൻ 100 കൊല്ലം സഞ്ചരിച്ചാലും അവനത് വിട്ടുകിടക്കുകയില്ല, അത്രയും നീണ്ടുകിടക്കുന്ന നേലുണ്ടാകും ആ മരത്തിന് എന്നർത്ഥം. ഇമാം ഖുർത്തുബിയും ഇബ്നു കസീറും അടക്കം എല്ലാ മുഫസ്സിറുകളും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അവ സ്വർഗത്തിൽ ശക്തമായിട്ടുള്ള നീണ്ടുകിടക്കുന്ന നേലുകളുമായിട്ടാണ് ആ സൗഭാഗ്യത്തിന്റെ വലതുപക്ഷം ഉണ്ടാവുക. മാഇം മസ്കൂബിൻ, ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിലുമായിരിക്കും അവർ, വറ്റാത്ത ജലമായിരിക്കും അവിടെ ലഭിക്കുക. ഖുർആൻ അവതരിക്കുമ്പോഴുള്ള പ്രഥമ സംബോധിതരായ അറബികൾ മലഞ്ചെരിവുകളിലും ചൂടുകൂടിയ പ്രദേശങ്ങളിലും താമസിക്കുന്നവരായിരുന്നു. അവർക്ക് ഒഴുകുന്ന നദികൾ ലഭ്യമല്ലായിരുന്നു. അപ്പോൾ യഥേഷ്ടം വെള്ളം ലഭിക്കുന്ന സ്വർഗ വാഗ്ദാനം അവർക്ക് തികച്ചും സന്തോഷദായകമായിരിക്കും. ഭൂമിയിൽ സന്തോഷിക്കാനും സുഖിക്കാനും ആവശ്യമുള്ള പഴങ്ങളും മരങ്ങളും നദികളും സ്വർഗത്തിൽ വാഗ്ദാനം ചെയ്തത് നമുക്ക് മനസ്സിലാവുന്ന ശൈലി പ്രയോഗിച്ചതാണ് എന്നിമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ഇവിടെയും വിശദീകരിക്കുന്നുണ്ട്. അതായത് നമ്മൾ കണക്കുകൂട്ടുന്നതിന്റെ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതിന്റെ എത്രയോ അപ്പുറത്താണ് സ്വർഗത്തിന്റെ സൗകര്യങ്ങളും അതേപോലെ തന്നെ അവിടെയുള്ള സംവിധാനങ്ങളുമൊക്കെ എന്ന് തിരിച്ചറിയണമെന്നർത്ഥം. വഫാക്കിഹത്തിൻ കസീറ, സമൃദ്ധമായുള്ള പഴവർഗ്ഗങ്ങളിലുമായിരിക്കും അവർ, കാലവ്യത്യാസമില്ലാതെ എല്ലാ കാലത്തും യഥേഷ്ടം പഴങ്ങൾ അവിടെ ലഭിക്കും. ഭൂമിയിലെ പോലെ കുറഞ്ഞതും അപൂർവവുമായിരിക്കില്ല. ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ, ഒരു കാലത്തും അവസാനിപ്പിക്കപ്പെടാത്തതും തടയപ്പെടാത്തതുമായ പഴം ലഭിക്കാത്ത ഒരു ഘട്ടവും ഉണ്ടാവില്ല അവിടെ എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ശൈത്യകാലത്തുണ്ടാകുന്നത് ഉഷ്ണകാലത്ത് ലഭിക്കില്ലല്ലോ ഇവിടെ നമുക്ക്. എന്നാൽ സ്വർഗത്തിൽ അങ്ങനെ ഒരു സീസൺ വ്യത്യാസം ഉണ്ടാവില്ല. അതാണ് ഒരു കാലത്തും അവസാനിപ്പിക്കപ്പെടാത്ത എന്ന് പറഞ്ഞത്. തടയപ്പെടാത്തത് എന്നാൽ മുള്ളുകൊണ്ടോ ദൂരം കൊണ്ടോ മറ്റോ ആ പഴം ലഭ്യമാകാത്ത സാഹചര്യം ഉണ്ടാവില്ല. മറിച്ച് അവർ കരുതിയാൽ അവർക്ക് പറിച്ചെടുക്കാനാവും വിധം പഴം അവരോട് അടുത്ത് തന്നെ വരുന്ന സാഹചര്യമായിരിക്കും അവിടെ ഉണ്ടാവുക. ഫുർഷിം മർഫൂഅ, ഉയർന്ന തരം വിരിപ്പുകളിലും ആയിരിക്കും അവർ ജീവിക്കുക. ഉയർന്ന തരം വിരിപ്പുകൾ, ഉന്നത തരങ്ങളായ വിരിപ്പുകളിലാണ് സ്വർഗക്കാരുടെ കിടപ്പും ഇരിപ്പും. ഉയർന്ന തരം വിരിപ്പ് എന്നതിന് അതിശ്രേഷ്ഠരായ സ്വർഗസ്ത്രീകൾ എന്നും ചില പണ്ഡിതന്മാർ വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്. വിരിപ്പ് എന്ന് ഭാര്യമാരെക്കുറിച്ച് പ്രയോഗിക്കൽ അറബികളിൽ വ്യാപകമാണ്. അവർ നിങ്ങളുടെ വസ്ത്രമാണെന്ന് ഭാര്യമാരെക്കുറിച്ച് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത് നമുക്കറിയാമല്ലോ. അപ്പൊ അങ്ങനെയും ഒരു വ്യാഖ്യാനമുണ്ട്. ഏതായാലും ഉയർന്ന തരം വിരിപ്പുകളിലായിരിക്കും അവർ സ്വർഗത്തിൽ ജീവിക്കുക. ഇന്ന അൻശഅനാഹുന്ന ഇൻശാഅൻ,
നിശ്ചയം ആ തരുണികളെ, സ്വർഗത്തിലുള്ള തരുണികളെ ഒരു പ്രത്യേക നിലയിൽ നാം സൃഷ്ടിച്ചിരിക്കുന്നു. ഫജഅൽനാഹുന്ന അബ്കാറ, അങ്ങനെ അവരെ നാം കന്യകകളാക്കുകയും ചെയ്തിരിക്കുന്നു. ഉറുബൻ അത്രാബൻ, ഭർത്താക്കന്മാരെ പ്രേമിക്കുന്നവരും സമപ്രായക്കാരുമായ വിധത്തിൽ അല്ലാഹു തആല അവരെ സൃഷ്ടിച്ചിരിക്കുന്നു. ആകൃതിയിലും പ്രകൃതിയിലും സ്വഭാവ ഗുണങ്ങളിലുമെല്ലാം അല്ലാഹു ഒരു പ്രത്യേക തരത്തിൽ സൃഷ്ടിച്ച തരുണീമണികളാണ് അവരുടെ ഇണകൾ. അവർ നിത്യകന്യകകളായിരിക്കും. ഓരോ പ്രാവശ്യം ഭർത്താക്കൾ അവരെ സമീപിക്കുമ്പോഴും അവരെ കന്യകകളായി അവർ എത്തിക്കും. ഭർത്താക്കന്മാരുടെ മനസ്സു നിറയും വിധം അവർ ഭർത്താക്കളെ പ്രേമിക്കും. വയസ്സു വർദ്ധിക്കാതെ തുല്യപ്രായക്കാരുമായിരിക്കും സ്വർഗത്തിൽ അവർ. എന്നും 33 വയസ്സ് എന്ന അവസ്ഥയിലായിരിക്കും അവരുണ്ടാവുക എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ പറഞ്ഞത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലഭ്യമാക്കുന്ന സ്വർഗസ്ത്രീകൾ എന്ന ഹൂറുല്യങ്ങളും ഭൂമിയിൽ നിന്ന് ചെല്ലുന്ന സ്ത്രീകളും അവരെല്ലാം സ്വർഗത്തിലെത്തിയാൽ അവരുടെ സ്വഭാവം വലിയ മാറ്റവും സംതൃപ്തിയുടെ, അതേപോലെ ഇണയോടുള്ള ശക്തമായ ഇഷ്ടത്തിന്റെ ശൈലി നിലനിർത്താൻ സഹായിക്കും. സമപ്രായക്കാരാവുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ 33 വയസ്സിന്റെ അപ്പുറത്തേക്ക് എത്ര കാലം കഴിഞ്ഞാലും അവരുടെ പ്രായത്തിന്റെ വർധനവ് അനുഭവപ്പെടില്ല. ഇവിടെ മുഫസ്സിറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഒരു വയസ്സായ ഉമ്മൂമ്മ വന്ന് നബിയെ തങ്ങൾ എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടി ഒന്ന് ദ്വാരക്കണമെന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വയസ്സത്തികളൊന്നും സ്വർഗത്തിൽ കടക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തമാശയും സത്യമായിരിക്കും എന്നാണ് ശരി. അപ്പൊ പിന്നെ ആ ഉമ്മാമക്ക് ഭയങ്കര വിഷമമായി, അവർ കരയാൻ തുടങ്ങി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരാളോട് പറഞ്ഞയച്ചു, ഈ വയസ്സായ അവസ്ഥയിൽ സ്വർഗത്തിൽ കടക്കൂല എന്നാ പറഞ്ഞത്. കാരണം സ്വർഗത്തിലെത്തുന്ന സ്ത്രീകളെല്ലാം ആ ചെറിയ പ്രായത്തിൽ 33 വയസ്സ് എന്ന ആ ഒരു നല്ല പ്രായത്തിന്റെ അവസ്ഥയിലേക്ക് മടക്കപ്പെടുമെന്നാണ്, വയസ്സായ അവസ്ഥയിൽ കടക്കൂല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥമെന്ന്. ഏതായാലും സ്വർഗത്തിലുള്ള സ്ത്രീകൾ ഭൂമിയിൽ നിന്ന് പോയവരും അതേപോലെ സ്വർഗത്തിലായി അല്ലാഹു തആല സംവിധാനിച്ചവരുമൊക്കെ അല്ലാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹത്തിന് വിധേയരായി അവിടെയുള്ള പുരുഷന്മാരെ ശരിക്കും സന്തോഷിപ്പിക്കുന്ന സമീപനവും ശൈലിയും തന്നെയായിരിക്കും അവർ സ്വീകരിക്കുക എന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, മഹാനായ ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഇവിടെ രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. സ്വർഗത്തിലെത്തിപ്പെട്ടിട്ടുള്ള ആ സ്ത്രീകൾ അവിടെ വെച്ച് വളരെ വ്യക്തമായി പ്രതികരിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ സ്വഭാവം വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞത് കാണാൻ സാധിക്കും. ഭൂമിയിലുള്ള സ്ത്രീകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലുള്ള സ്ത്രീകളാണോ അതല്ല ഭൂമിയിൽ നിന്ന് ചെല്ലുന്ന സ്ത്രീകളാണോ ഉത്തമന്മാർ, ഏറ്റവും ശ്രേഷ്ഠർ എന്നൊരു ചോദ്യം നബി തങ്ങളോട് സഹാബത്ത് ചോദിച്ചു. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ബൽ നിസാഉദ് ദുനിയ അഫ്ളലു മിനൽ ഹൂറിൽ ഈനി, സ്വർഗത്തിൽ അല്ലാഹു തആല സൃഷ്ടിച്ചു വെച്ച ആ സൗന്ദര്യത്തിടമ്പുകളെക്കാൾ ഉത്തമകളാണ് ഭൂമിയിൽ നിന്ന് സ്ത്രീകൾ. അപ്പോ സഹാബി ചോദിച്ചു, ഒബിമ ദാക യാ റസൂലല്ലാഹ്, എന്തുകൊണ്ടാണ് നബിയെ അങ്ങനെ? ഖാല റസൂലുള്ളാഹി പറഞ്ഞു, ബി സലാത്തിഹിന്ന വസിയാമിഹിന്ന വഇബാദത്തിഹിന്ന അല്ലാഹു അസ്സ വജൽ, അവർ നോമ്പെടുത്തും അതേപോലെ തന്നെ നിസ്കരിച്ചും മറ്റ് ആരാധനകൾ ചെയ്തും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്തെടുത്ത് കഠിനാധ്വാനം ചെയ്ത് നേടിയതാണ് അവർ സ്വർഗം. അതുകൊണ്ട് തന്നെ അവർക്കാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ളത്. അതുകൊണ്ട് തന്നെ സ്വർഗത്തിലെത്തിയിട്ടുള്ള ഈ ഭൂമിയിൽ നിന്ന് ചെല്ലുന്ന സ്ത്രീകൾ അവിടെ വെച്ച് പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഹ്നുൽ ഖാലിദാതു ഫലാ നമൂതു അബദാ വനഹ്നുൻ നാഇമാതു ഫലാ നബഅസു അബദാ വനഹ്നുൽ മുഖീമാതു ഫലാ നൽഅനു അബദാ വനഹ്നുർ റാളിയാതു ഫലാ നസ്ഖതു അബദാ തൂബാ ലിമൻ കുന്ന ലഹു വകാന ലനാ ലഹു വകാന. ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വർഗത്തിലെത്തിയ ഭൂമിയിൽ നിന്ന് എന്ന സ്ത്രീകളുടെ അഭിമാനത്തോടുകൂടെയുള്ള വർത്തമാനം എന്താണ് അവർ പറയുന്നത്? നഹ്നുൽ ഖാലിദാത്തു ഫലാ നമൂതു അബദാ, ഞങ്ങളിവിടെ ശാശ്വതമായിട്ടുണ്ടാകും, ഞങ്ങൾ മരിക്കില്ല, ഇനി ഞങ്ങൾ സുഖം കൊള്ളും, ഒരിക്കലും തന്നെ ഒരു നിരാശയുടെയോ വിഷമത്തിന്റെയോ സാഹചര്യം ഇവിടെ ഞങ്ങൾക്കിനി വരില്ല, ഞങ്ങൾ ഇവിടെ തന്നെ താമസിക്കും, ഇവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്കും ഞങ്ങൾ പോകില്ല, ഞങ്ങൾ സംതൃപ്തിയുള്ളവരാണ്, ഞങ്ങൾക്ക് ദേഷ്യത്തിന്റെ സാഹചര്യം ഇനി ഉണ്ടാവില്ല.
ഞങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്ക് വേണ്ടിയാണോ തയ്യാറാക്കിയതെങ്കിൽ അവർക്കും സന്തോഷം, അതേപോലെ തന്നെ അവരെ തന്നുകൊണ്ട് അല്ലാഹു തആല ഞങ്ങൾ ആദരിച്ചത് വഴി ഞങ്ങൾക്കും സന്തോഷം എന്നൊക്കെ ബഹുമാനപ്പെട്ട സ്വർഗത്തിലെത്തിയിട്ടുള്ള ഭൂമിയിൽ നിന്ന് സ്ത്രീകൾ പറയുമെന്ന് ഇബ്നു കസീർ അടക്കമുള്ള മുഫസ്സിറുകളൊക്കെ അവരുടെ തഫ്സീറുകളിൽ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞത് കാണാം. ഏതായാലും സ്വർഗത്തിലെത്തിയിട്ടുള്ള സ്ത്രീകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ കന്യകളാക്കി എന്നും നിലനിർത്തുകയും ഭർത്താക്കന്മാരെ സ്നേഹിക്കുകയും സമപ്രായക്കാരികളായിട്ട് മാറാനുള്ള അവസരമുണ്ടാക്കുകയും ചെയ്യും. ഈ പറഞ്ഞ സൌകര്യങ്ങളെല്ലാം ലി അസ്ഹാബിൽ യമീനി, ഇതെല്ലാം അനുഗ്രഹീതമായ വലതുപക്ഷത്തിലുള്ളതാണ്. സുല്ലത്തും മിനൽ അവ്വലീൻ, പൂർവികരിൽ നിന്നൊരു വലിയ വിഭാഗവും, വസുല്ലത്തും മിനൽ ആഖിരീൻ, പിൻഗാമികളിൽ നിന്നൊരു വലിയ വിഭാഗവുമാണ് ആ അനുഗ്രഹീതരായ വലതുപക്ഷം എന്ന് പറഞ്ഞത്. അഥവാ ആദ്യക്കാരിലും പിൻഗാമികളിലുംപ്പെട്ട ധാരാളം ആളുകൾ ഈ വലതുപക്ഷക്കാരിലുണ്ട് എന്ന് സാരം. നേരത്തെ നമ്മൾ മുഖറബികളെ പറ്റി പറഞ്ഞപ്പോൾ ആദ്യകാലക്കാരിൽ നിന്ന് ധാരാളം ആളുകളും പിൽക്കാലക്കാരിൽ നിന്ന് കുറച്ചാളുകളും എന്നായിരുന്നു പറഞ്ഞതെങ്കിൽ ഇവിടെ അസ്ഹാബുൽ യമീൻ എന്ന് പറയുന്ന ഈ രണ്ടാമത്തെ കാറ്റഗറിയിൽ ആദ്യകാലക്കാരിലും ധാരാളമുണ്ട്, അവസാനകാലക്കാരിലും ധാരാളമുണ്ട് എന്ന് അല്ലാഹു തആല പഠിപ്പിക്കുന്നു. നമ്മെ എല്ലാം അല്ലാഹു ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.